ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി, എഡിറ്റിങ്ങിനൊന്നും സമയമില്ല, കുറച്ച് തിരക്കിലാണ്. വഴിയെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ തന്നെ തെക്കുവശം ഒരു ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. അപ്പം മോൾക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം വെച്ചാൽ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഒക്കെ എടുത്തതാണ്. ഇപ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോഴല്ലേ വണ്ടി എടുത്തത്. അപ്പോൾ അവർ മോനും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്ന് ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ കറി വയ്ക്കാനായിട്ട് നമ്മൾ കേര മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് അതൊന്ന് കറി വയ്ക്കണം. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇത് തണ്ണിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാനീയങ്ങൾ, തണ്ണിക്കയാണെങ്കിൽ ഒരുപാട് ജലാംശമുള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കറിയും ഒക്കെ റെഡിയായി. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലായിടത്തും നല്ല ചൂടല്ലേ, ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എല്ലാവരും അല്ലേ. പിന്നെ ഒരു ബീട്രൂട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്, ഇത് വൈകുന്നേരത്താണ്, വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ബീച്ചിലേക്കൊന്ന് പോവുകയാണേ. ചെറിയൊരു ഫോട്ടോഷൂട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റിങ്ങിനൊന്നും സമയമില്ലായിരുന്നു, വോയിസ് ഓവർ കൊടുക്കണം, അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായത്. പാനിക്കുട്ടിക്ക് ഇത് 9ാം മാസമാണ്. അപ്പോൾ നമുക്ക് ആ ബീച്ചിൽ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെത്തി ബീച്ചിലെന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു വൈബുമാണ്, ഇവിടെ കാറ്റാടി മരങ്ങളും ഒക്കെ ഉണ്ട്. എന്തിനേറെ പറയുന്നു, നല്ല ഒരു വൈബ് കിട്ടുന്ന ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലം. മാത്രമല്ല അസമയം കണ്ടിട്ടും കുറച്ച് നാളായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ നമ്മൾ ചെത്തി ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് ഈ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റിനുള്ള ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രോഗ്രാമിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്റാടി മരങ്ങളെ, നിറയെ കാറ്റാടി മരങ്ങളാണ്. നല്ല ഒരു തണലും എന്താ പറയേണ്ട, നല്ല കാറ്റും ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇതിനു മുന്നേ നമ്മൾ മാരാരിക്കുളം ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ചെത്തി ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇതിന് അവതരണമായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വീഡിയോയും ഫോട്ടോസൊക്കെ ഞാനും ചേട്ടായും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് കുറച്ച് അകലം മാറിയിട്ടാണ് മക്കൾ 3 പേരും കൂടെ അവരവിടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ട് മാറിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട്.
അങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ വെച്ചിട്ടും കുറച്ചുകൂടെ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് കൗതുകകരമായ വേറൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഈ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഈ ഒരു വള്ളം വെച്ച് കൊടുത്തിട്ട് പങ്കായവും കൊടുത്തിട്ട് കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു കൗതുകരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതും ഇതിനിടയ്ക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയാണ് കേട്ടോ. ആ കുട്ടിയെ ഇരുത്തിയിരിക്കുന്നത് കണ്ട ഒരു കൊച്ചു വള്ളത്തിൽ ഇങ്ങനെ ഇരുത്തിയിട്ടാണ് അവർ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തത്. ഒരു പേടി കൂടാതെ ആ കുട്ടി അങ്ങനെ ആ വള്ളത്തിൽ തന്നെ ഇരുന്ന് ചെറിയൊരു പങ്കായവും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനിടയ്ക്കൊന്ന് പകർത്തിയതാണ്. ഇവിടെ ദേ തകൃതിയായിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോഴൊന്നും എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ വഴി അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി സമയം കിട്ടുന്ന പോലെ എല്ലാവരുടെയും വീഡിയോസൊക്കെ എനിക്ക് കാണണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം കൂട്ടുകാരെ. അതിലേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.